കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടെയാണെന്നല്ലേ. ഡൽഹിയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെയും ഇന്ത്യൻ സംസ്കാരത്തിന്റെയും അഭിമാന ചിഹ്നമായി നിലകൊള്ളുന്ന ചെങ്കോട്ട മുഗൾ ശില്പകലയുടെ അത്ഭുത കൃതികളിൽ ഒന്നാണ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തപ്പോൾ അതിന്റെ ഭാഗമായി 1638 ചെങ്കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു. 10 വർഷത്തെ നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷം 1648 കോട്ട പണി കഴിച്ചു. ചുവന്ന മൺകല്ല് ഉപയോഗിച്ചാണ് വിശാലമായ ഈ കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത്. ചുവന്ന നിറം അതാണ് ചെങ്കോട്ട എന്ന പേരിനുള്ള കാരണം. ഇതുപോലെ ചെങ്കോട്ടയ്ക്ക് ചുറ്റും വലിയ കനാല് പണിതിട്ടുണ്ട്. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കനാലുകൾ പണിതിരിക്കുന്നത്. യമുനാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചെങ്കോട്ട എത്രത്തോളം നടന്നാലും തീരാത്തതുപോലെ എനിക്ക് തോന്നി. ഈ കോട്ട ഭംഗിയിലും വാസ്തുശില്പത്തിലും മുഗൾ സാമ്രാജ്യത്തിന്റെ സമ്പത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഒരുപാട് ചെക്കിങ്ങിനൊടുവിൽ നമ്മള് ചെങ്കോട്ടയുടെ പ്രധാന പ്രവേശന കവാടത്തിന് അവിടെ എത്തിയിട്ടോ. ചെങ്കോട്ടയുടെ പ്രവേശന കവാടമായ ലാഹോരി കവാടം അതിന്റെ പ്രത്യേകതകൾ ശ്രദ്ധേയമാണ്. ഇന്നും സ്വാതന്ത്ര്യദിന ചടങ്ങുകൾക്കായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ കവാടത്തിന് മുന്നിൽ നിന്ന് ത്രിവർണ്ണ പതാക ഉയർത്തുന്നു.